السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا من يضل الناس بالذور والهوى إن اللساب أمام ربك قد أتى. لا تخدع الجهال باسم الدين إنه دين الهدى والحق ليس له غطاء. من يبتغي بالدين دنيا جاهلة خسر المبيح وضيع الآخرة. فالحق يبقى والباطل يفنى أبدا والله يهدي من يشاء إلى الصراط. അപ്പൊ KH സുവരി മുസ്ലിയാർ ഗ്രൂപ്പ് അഡ്മിൻ ഒൺലി ആക്കിയിട്ട് 9 ദിവസമായി ഇന്നൊക്കെ കളിക്കുന്ന കളി. എന്തെല്ലാം ദുർവ്യാഖ്യാനം. ആ ദുർവ്യാഖ്യാനത്തിന്റെ ഓരോരു കോലവും ഞാൻ ഇൻഷാ അള്ളാഹ് ഇന്ന് കഴിവിന്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നു. ഒരു ക്ലിപ്പും കൂടെ ഒന്ന് KH സുവരിന്റെ ഒന്ന് കേട്ടു നോക്കി. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഈ അബൂ ജാഫർ ചൊല്ലി അണ്ടത്തെ അമീറുൽ മുഅ്മിനീൻ അണ്ടത്തെ എന്തായിട്ട് രാജാവായിട്ട് ആ രാജാവ് ചെന്ന് എന്തിനെ ഈ അബൂ ജാഫർ എന്നവർക്ക് എടുത്ത് ആരട്ടുകോ ഈ മാലിക് ഇമാം തങ്ങളുടെ കേട്ടത് യാ അബാ അബ്ദുല്ലാഹി അസ്തഖ്ബിലുൽ ഖിബ്ലത അദു അമ്മ അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാണ് ദ്വാരക്കുമ്പോ കിബ്ലാക്ക് മുന്നിട്ട് ദ്വാരക്കണ അല്ല നബി തങ്ങൾക്ക് മുന്നിട്ട് ദ്വാരക്കണ. മദീനത്ത് പോയി അങ്ങ് കൊണ്ടുണ്ടല്ലേ, മദീനത്ത് പോയി കൊണ്ടുണ്ട് കിബ്ലാക്ക് മുന്നിട്ടെങ്കിൽ റൗള ഷരീഫിക്ക് പിന്നിട്ട്, റൗള ഷരീഫിക്ക് മുന്നിട്ടെങ്കിൽ കിബ്ലാക്ക് പിന്നിട്ട്. അപ്പൊ എന്താക്കണോ കേട്ടത് അപ്പായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ ചൊല്ലിട്ട് എന്തികായിട്ടിക്കട് നിങ്ങൾ തിരിയോ ഇല്ലേ ഓ വസീലത്തു അബീക ആദം. നിങ്ങൾക്ക് കിബ്ലാക്ക് മുന്നിരണ്ട, നിങ്ങൾ നബി തങ്ങളെ മുട്ട തിരിഞ്ഞിട്ട് ദ്വാരക്കറോ. നബി തങ്ങൾ നിങ്ങളെ വസീല മാത്രമൊന്നുമല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള സർവർക്കും വസീലയായിട്ട്. അപ്പൊ KH സുവരി മുസ്ലിയാരെ കളവ് കണ്ടറില്ല എല്ലാവരും. അപ്പൊ കിതാബിലുള്ളതിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇത് രണ്ട് പേരോട് ഇയാളെ ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നാദാപുരത്ത് തട്ടിവിട്ട് ഈ കളവിന് എന്നും കുറച്ച് കളവ് കൂട്ടിച്ചേർത്തിട്ടാണ് ഈ KH സുവരി ഇവിടെ വന്നിട്ട് വിളമ്പിയത്. ആളെ പറ്റിക്കാൻ, പാവങ്ങളെ പറ്റിക്കാൻ. മനസ്സിലായില്ലേ സംഭവം എന്ത്? ഈ സംഭവത്തിന്റെ ഈ കിതാബിൽ നോക്കി, ഈ കിതാബ് അദ്ദേഹത്തിന്റെ കിതാബ്, ആ സംഭവം ഉള്ള കിതാബിൽ 952 പേജുള്ള കിതാബിൽ അതിൽ 520ാമത്തെ പേജിൽ എടുത്തു കൊടുത്തത് ഞാൻ ഇവിടെ ആ കിതാബ് കാണിക്കുന്നുണ്ട്. നോക്കി, ഹൈലൈറ്റ് ആക്കിയിട്ട് നോക്കി, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കി. ആ കിതാബിൽ എന്താ പറയുന്നത്? ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമല്ലത്, അത് ഈ കഥയാണെങ്കിലോ കള്ളക്കഥ. ഈ കഥക്ക് ഒരു തെളിവില്ല. ഇത് ഈ കള്ളക്കഥ മാത്രമല്ല, പിന്നെ വഹുവ വസീലത്തു അബീക ആദം ഇലല്ലാഹി തആല യൗമുൽ ഖിയാമ. ഒരു ചോദ്യചിഹ്നം ഉണ്ട് അവിടെ. അപ്പൊ ആ ഇലല്ലാഹി തആല യൗമുൽ ഖിയാമ എന്നതിനെ കാട്ടിവെച്ച് പണ്ട് പേരോടും. ഇതിന്റെ റാവികൾ ഇത് ഹദീസൊന്നും അല്ല, ഇതൊരു കഥയാണ്. മാത്രമല്ല ഈ ജാഫർ മൻസൂർ എന്ന് പറയുന്ന ആൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിനെ കൊന്നിനെന്ന് വരെ ചരിത്രകാരന്മാർ, ഒരുപാട് ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടില്ലേ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതിന്റെയൊക്കെ ഞാൻ വരുന്നുണ്ട്. ഇമാം അബൂ ഹനീഫയും ഇമാം സാഫി റഹിമഹുള്ളയും ഒരു ദിവസം സിയാറത്ത് ചെയ്തുകൊണ്ടായിരുന്ന ഒരു ക്ലിപ്പ് വിട്ടിട്ടുണ്ട്. അതിന് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് മറുപടി ആയിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ കിതാബ് ഒളിപ്പിച്ച് വെച്ചിട്ട് അതിൽ 520ാമത്തെ പേജ് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. 952 നിങ്ങൾക്ക് നെറ്റിലടിച്ചെങ്കിൽ മക്തബ് ഷാമിൽ കിട്ടും. നിങ്ങൾക്ക് PDF ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് നോക്കാം. കിതാബ് ഒറിജിനൽ വേണമെങ്കിൽ ചില ആൾക്കാർ ഇപ്പൊ ദുബൈയിൽ അച്ചടിച്ച, ദുബൈ ഔക്കാഫ് മന്ത്രാലയം അച്ചടിച്ച കിതാബിൽ പേജ് നമ്പർ ചേഞ്ച് ഉണ്ട്. ചിലപ്പോൾ ദാറുസലാമിൽ കിട്ടുന്നതിൽ ചില പേജിന്റെ വ്യത്യാസം 452ാമത്തെ പേജിൽ അങ്ങനെല്ലാം ഉണ്ടാവും. ഇതിൽ 520ാമത്തെ പേജിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ വസീലത്തു അബീക ആദം ഇലല്ലാഹി തആല യൗമുൽ ഖിയാമ അല്ലെങ്കിൽ ഇലല്ലാഹി യൗമുൽ ഖിയാമ, അവിടെ ഇലല്ലാഹി തആല യൗമുൽ ഖിയാമ എന്നതിനെ ഒളിപ്പിച്ചിട്ട് വെച്ചിട്ട് ഈ കള്ളം പ്രചരിപ്പിച്ച ഈ സുഹരിനെ നിങ്ങൾ എന്ത് പറയുന്നു? ഈ സുഹരിനെയാണ് നിങ്ങൾ സമസ്തക്കാരെ കൊണ്ടു നടക്കുന്നത്. ഇതുപോലെ ഒരുപാട് തട്ടിപ്പ് ഇയാൾ ചെയ്തിട്ടുണ്ട്. പേരോടിന്റെ അതേ കളവിനെ ഇയാൾ കൊണ്ടുവന്നിട്ട് പണ്ട് വഹി വരുന്നതിന് മുമ്പ് ശൈത്താന്മാർക്ക് ഫുള്ള് ഫ്രീഡം ഉണ്ടായ ചരിത്രം അറിയാലോ. അതുപോലെ ആ കാലഘട്ടത്തിന്റെ ആ ശൈത്താന്മാരെ പണിയല്ല ഇയാളെടുത്ത്, ആ ഇബ്ലീസിന്റെ ശൈത്താന്മാരെ പണിയല്ല ഇയാളെടുത്ത്. ഫുള്ള് കളവ്. എന്നിട്ട് വഹി വന്നതോടുകൂടെ ഒരു നിയന്ത്രണം വരുത്തി. എന്നിട്ട് കുറെ കളവും കുറെ സത്യവും അർദ്ധ സത്യവും കളവും ചതിയും കൂട്ടിച്ചേർത്തിട്ട് 1000 സംഭവം പിന്നെ ജ്യോതിശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു നടക്കുന്ന നല്ല തങ്ങന്മാർ, അവരിൽ ഒരു 100 പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് സംഭവിക്കുക. അതെന്തുകൊണ്ട്? ഈ ശൈത്താന്മാർ കേട്ടിട്ട് കൊണ്ടുവന്നിട്ട് ഈ പൂജാരികളെ ചെവിടിലേക്ക് മന്ത്രിച്ചൂടുന്ന സംഭവം പറഞ്ഞു കൊടുക്കുന്നത് ഈ തങ്ങന്മാർ എന്നല്ല പറഞ്ഞു നടക്കുന്നത്. അതിനേക്കാളും ആ കാലഘട്ടത്തിന്റെ ഇബ്ലീസിന്റെ പണിയല്ല ഇയാളെടുത്ത്. ചിന്തിക്കും സഹോദരങ്ങൾ. മാത്രമല്ല ഈ അബുൽ മൻസൂർ എന്ന ആള് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കൊന്ന പ്രതിയും കൂടിയാണ് ചരിത്രത്തിലുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിൽ മരിച്ചത് എന്നുണ്ട്. എല്ലാ ഇമാമിങ്ങളെയും ഒന്നെങ്കിൽ കൊന്നത്, ഒരുപാട് വഞ്ചിച്ച് ചതിച്ച ചരിത്രമുണ്ട്. എന്തുകൊണ്ട്? ഇന്ന് നമ്മളെ കണ്ണിന്റെ മുന്നിൽ APK എത്ര ആളെ തല്ലിക്കൊന്നു? മദ്ഹബി പക്ഷപാതിത്വം അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, ചരിത്രത്തിലെടുത്ത് നോക്കി. അപ്പൊ ഈ മൻസൂരി എന്ന് പറയുന്ന ഈ മനുഷ്യന് അങ്ങനെയും ഒരു സംഭവം ഉണ്ട്. ഇതെന്തിന് ഇതിടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചതാ, ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ട് ഒരുപാട് ചരിത്രമുണ്ട്. മാത്രം ഈ കഥയാണെങ്കിലും ഈ കഥ കള്ളക്കഥയാണ്. അപ്പൊ ഇത്തരം കള്ളക്കഥകനെ പ്രചരിപ്പിച്ചിട്ട് നാട് നീളം പ്രചരിപ്പിച്ചിട്ട് പച്ച പാവങ്ങളെ പിടുങ്ങുന്ന ഈ മുസ്ലിയാക്കന്മാർ അവസ്ഥ ഒന്നും നിങ്ങൾ ചിന്തിക്കും. എന്തെല്ലാം തട്ടിപ്പ് ഇയാൾ നടത്തി. ഇതിനിൽ എന്നെ ഒരുത്തന്നെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ 2 അഡ്മിന്മാർ കളിക്കുന്ന കളി അവിടെ നോക്കി. എന്നിട്ട് ഞങ്ങൾ വിജയിച്ചു. ഈ സമസ്തക്കാരെ പേടി എത്ര ഉണ്ടോ നോക്കി. ഗ്രൂപ്പ് ലോക്ക് ആക്കിയിട്ട് വെച്ചിട്ട് 600 ചില്ലര ആളെ കൂടി ഇട്ടിട്ട് ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ
2026 എന്ന പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ಮೂಸಾ ಕಿನ್ಯ ಜಾಹಿಲ್ ಪೊಳಿಕುವ ಎಂದು ಹೇಳಿದ್ವಲ್ಲ, ಪೊಳಿಕು ಜಾಹಿಲ್ ಪೊಳಿಕು, ನಿನ್ನ ಪ್ರಸಂಗಗಳು ಯಾರು ತಯಾರಿಲ್ಲ, ಚರ್ಚೆಗೆ ಮುಂದುವರಿಸುಂಟು. ആര് ചൊല്ലെ ഗ്രൂപ്പ് ലോക്ക് ആക്കിയിട്ട് വെച്ചിട്ട് പൊളിക്കുന്ന എന്തറിയോ? 55-ാമത്തെ ആയത്തിൽ ഇമാം റാസി റഹിമഹുല്ല മരിച്ച മയ്യത്തിനോട് സഹായം തേടാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കുടുങ്ങിയ ഈ സുവരി, ഞാൻ പറഞ്ഞു അത് ആണ് മോനായിട്ട് നിങ്ങൾ തെളിയിച്ച 56-ാമത്തെ ആയത്തിൽ ഞാൻ നിങ്ങളെ നേരെ എതിരായിട്ടുള്ള നിങ്ങൾ നെറുവൻ തലക്ക് കൊട്ടിത്തരുവാൻ എന്റെ തഫ്സീറാക്കിയത്. ഇന്ന് വരെ ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല ഈ സുവരി. എന്നിട്ട് കണ്ട പരിഹസിക്കുന്ന പരിഹാസം കണ്ട. അതാ രണ്ടാള് ഗ്രൂപ്പിൽ അഡ്മിൻ, എനിക്ക് അഡ്മിൻ ഇല്ല. ഇന്ന് 9-ാമത്തെ ദിവസം അഡ്മിൻ എടുത്തിട്ട് എനിക്ക് അഡ്മിന് തന്നപ്പോൾ എത്ര അറിയോ? 10 മിനിറ്റ് 20 മിനിറ്റ് ആ ക്ലിപ്പ് പോലും ഡിലേറ്റതാ. ഈ ചങ്ങായ 4 മിനിറ്റ് 8 മിനിറ്റ് 14 മിനിറ്റ് ക്ലിപ്പ് വിടുന്നത്, ഓരോ തട്ടി, അത് ഫുള്ള് പച്ചക്കള്ള. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞാൻ ഇന്ന് വീഡിയോ ആക്കാൻ കാരണം. 14 മിനിറ്റ് 23 സെക്കൻഡ്, 5 മിനിറ്റ് 4 മിനിറ്റ് ചില്ലര 3 മിനിറ്റ് ഇങ്ങനെ ക്ലിപ്പ് ഇതാ നടക്കുന്നത്. രണ്ടാൾക്ക് ഇതേ പണി. ഈ 2 അഡ്മിന്മാർ വെച്ചിട്ട് കളിക്കുന്ന കളി നോക്കി. എന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലേ, എഡിറ്റ് ആക്കിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ. അള്ളാഹു നിങ്ങളെ ഈ ദുനിയാവിൽ തൽക്കാലം വിടും കേട്ടാ. ഇതെല്ലാം ഒറ്റക്ക് എന്നെ വിടുന്ന ക്ലിപ്പ് ഞാൻ എങ്ങനെ മറുപടി കൊടുക്കും? നിങ്ങളെ ഒന്ന് പറയേ സമസ്തക്കാരാ, ഇനിയൊപ്പം നിങ്ങൾക്ക് ബുദ്ധി വരുന്നത് കേട്ടാ. ഇതെല്ലാം എന്നെ ഒഴിവാക്കിയിട്ടുള്ളത് ക്ലിപ്പ് ഇതെല്ലാം വിടുന്നത് കേട്ടാ. ഈ 2 ആൾ മാത്രം കളിക്കുന്നത്, 2 പേര് കളിക്കുന്നത്, 2 അഡ്മിന്മാർ കണ്ട. ഞാൻ 56-ാമത്തെ ആയത്തിന് പിന്നെ തഫ്സീർ വെച്ചില്ലത്രേ. 55-ന്റെ തെളിയിക്കണ്ടേ വലിയ ആളായിട്ട് വന്ന് അത് ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് ദുർവ്യാഖ്യാനാക്കണമെങ്കിൽ ആയത്ത് വേണമെങ്കിൽ പിടിച്ച മുസ്ലിയാരെ സൂറത്ത് മാഇദയിലുണ്ട്, സൂറത്ത് നിസാൽ 64. ഇപ്പൊ ഇന്നലെ 64-ാമത്തെ ആയത്ത് പോലെ വന്നവും ജാവുക കൊണ്ടുവന്ന് ഇൻഷാ അല്ലാഹ് അതിനെയും ആ ഗ്രൂപ്പിൽ എനിക്ക് അവസരമില്ല. പുറത്തെനിക്ക് പിന്നെ സൂറിന്റെ ക്ലിപ്പ് എനിക്ക് കിട്ടിയെങ്കിൽ മതി, ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അതുകൊണ്ട് ഇത്തരം പച്ച ശിർക്കൻ വിശ്വാസത്തിലേക്ക് പച്ച പാവങ്ങളെ കൊണ്ടുപോകാൻ പടാപാടുപെടുന്ന മുസ്ലിയാർക്ക് ഒരിക്കൽ കൂടി ഞാൻ ആദ്യം ബോധിവെ പിന്നെ പാടിയ ഒരു ബൈത്ത് ഉണ്ടല്ലോ, ബൈത്ത് നിങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലേ, ആ ബൈത്തിന്റെ ഒരു വിശദീകരണം ഞാൻ തരുന്നത്. വ്യാജവും സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സുഹരിയേ ആശ നിന്റെ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്, തീർച്ചയായും ആ ഒരു ദിവസം വരും സുഹരിയെ ഓർത്തോളൂ. ഇസ്ലാമിന്റെ പേരിൽ അജ്ഞാനികളായ മുഗ്ധ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വഞ്ചിക്കുന്ന സുഹരിയേ. മനസ്സിലായ ഈ വഞ്ചന. ഈ ഇസ്ലാം മതം സുന്ദരമായ സന്മാർഗത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും ഒരു വിശ്വാസമാണ്. ഈ ഇസ്ലാം സത്യത്തെ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് സുഹരിനെ കൊണ്ട് പറ്റുന്നതേ അല്ല, ഒരിക്കലും കൈയല്ല. നശ്വരമായ ഈ ദുനിയാവിന്റെ ഈ പളപളപ്പിൽ മുങ്ങിട്ട് വേഷം കെട്ടിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഇസ്ലാം എന്ന ഈ സുന്ദരമായ ആശയത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ എത്ര ശ്രമിച്ചിട്ടും അത് എന്ത് ഉപയോഗിച്ചിട്ടും കാര്യമില്ല സുഹരിയേ. ഖസിറൽ മദീഹ വലയ്യഹൽ ആഖിറ. നിന്റെ യഥാർത്ഥ നേട്ടവും പരലോക വിജയം നഷ്ടത്തിലായിരിക്കുന്നു സുഹരിയേ. മനസ്സിലായി, ഓർത്തോളൂ. അപ്പോ സത്യം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും, അസത്യം പാഞ്ഞു പോകും, അത് നശിച്ചു പോകും സുഹരിയെ കേട്ടോ. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലേക്ക് അവന് കൊണ്ടുവരുന്നു. അത് തീർച്ചയായും ഹിദായത്തിന്റെ റൂട്ടിലേക്ക് ഈ സുഹരിയെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ അത് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ നിനക്ക് ഹിദായത്ത് കിട്ടൂ. മുസ്ലിയാക്കന്മാരെ ഓർത്തോളൂ, ഒരു പരലോകമുണ്ട്. ഇത്തരം കളവും ചതിയും വഞ്ചന നടത്തിയിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ കള്ളം പറഞ്ഞു പ്രചരിപ്പിക്കുന്ന സഖാഫികളെ, സുഹരികളെ, മുസ്ലിയാക്കന്മാരെ ഒന്ന് ഓർത്തോളൂ, ഒരു ദിവസം വരാനുണ്ട്. ഈ കള്ളക്കഥയല്ലാണ്ട് ഒരു സത്യം ഖുർആനും ഹദീസും വെച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് നിൽക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ സാധാരണക്കാരായ സലഫികൾ ഇവിടെ വെല്ലുവിളിക്കുന്നു. തന്റെ ഇടം വേണോ? നല്ല ഓപ്പൺ ആയിട്ട് ചർച്ചയ്ക്ക് മാന്യമായ രീതിയിൽ ചർച്ചയ്ക്ക് നിൽക്കണോ? പരിഹസിച്ച് അള്ളാഹുവിനെ പോലും പരിഹസിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ അള്ളാഹു എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അപമാനം, ലഹും ഖിസ്യും ഫിദ് ദുനിയ, ദുനിയാവിലുള്ള ഇതൊരു ഖിസിയെ പരലോകത്ത് വേറെയും വെച്ചിനി. അതുകൊണ്ട് ആ പരലോകത്ത് ആ നാണക്കേട്, ആ മാനക്കേട് വരുന്നതിന് മുമ്പ് ഇവിടെ അള്ളാഹുവിലേക്ക് മടങ്ങി ഷഹാദത്ത് കലിമ ചൊല്ലി പുതുക്കി നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അടുത്ത ക്ലിക്കുമായി ഐഹിക ജീവിതത്തെയും അതിൻ്റെ അലങ്കാരത്തെയുമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ അഥവാ ഇഹലോകത്ത് അവർക്ക് നാം നിറവേറ്റിക്കൊടുക്കുന്നതാണ്. അവർക്കവിടെ യാതൊരു കുറവും വരുത്തപ്പെടുകയില്ല. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും കിട്ടാനില്ലാത്തവരാകുന്നു അക്കൂട്ടർ. അവർ ഇവിടെ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞുപോയിരിക്കുന്നു.
അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഫലശൂന്യമത്രേ.